ബംഗാൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 142 മണ്ഡലങ്ങളിലാണ് ഇന്നിപ്പോൾ ജനവിധി തേടുന്നത് എന്നുള്ളതാണ്. ഒന്നാം ഘട്ടത്തിൽ 93% അത്ഭുത പോളിംഗ് ബംഗാളിൽ നടന്നിരുന്നു. SIRന്റെ ഒക്കെ ഒരു എഫക്റ്റാണ് ഈ പോളിംഗുമായി ബന്ധപ്പെട്ട് കണക്ക് കൂട്ടപ്പെട്ടത്. അതോ മമതാ ഭരണത്തിനെതിരെയുള്ള ജനവികാരമായിരുന്നോ എന്നതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും കണക്ക് കൂട്ടാനാവുക. മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപൂരിൽ ഉയർന്ന പോളിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. 6 ജില്ലകളും ന്യൂനപക്ഷ മേഖലകൾ, മുസ്ലിം ഭൂരിപക്ഷ മേഖലകളാണ്. അവിടെയൊക്കെ കനത്ത പോളിംഗ് ഇന്ന് പ്രതീക്ഷിക്കണം. സുവേന്ദു അധികാരിയാണ് ഈ ഭവാനിപൂരിൽ മമതയുടെ എതിരാളിയായി മത്സരിക്കുന്നത്. കൊൽക്കത്ത, ഹൗറ, നോർത്ത് 24 പർഗാനസ് എന്നിവിടങ്ങളിലും ഇന്ന് പോളിംഗ് നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഏറെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇത് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകം. BJPക്ക് ഏറെ നിർണായകം. മമതയുടെ 3 വട്ടത്തെ ഭരണത്തിന് ശേഷം ബംഗാൾ BJP തിരിച്ചു പിടിക്കുമോ എന്ന കാര്യത്തിലൊക്കെ ആകാംക്ഷയുണ്ട്. SIR നിലവിൽ വന്നതിന് ശേഷം SIR ഏറ്റവും ശക്തമായി നടപ്പാക്കിയ ഒരു സംസ്ഥാനം കൂടിയാണ് ബംഗാൾ. നമുക്കറിയാം, ഏതാണ്ട് 90 ലക്ഷത്തിലധികം വോട്ടർമാർ അവിടെ ഒഴിവാക്കപ്പെട്ടിരുന്നു. അതിനുശേഷം നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, അത് ആർക്ക് ഗുണം ചെയ്യും, SIR എഫക്റ്റ് ആർക്ക് അനുകൂലമാകും എന്ന കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായി തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, ബംഗാളിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ ന്യൂനപക്ഷ മേഖലകളിലാണ് ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുന്നത്. മമതയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ BJP ആണ് പ്രതീക്ഷ അർപ്പിച്ചിരുന്നെങ്കിൽ ഇത്തവണ ഈ പ്രദേശങ്ങൾ തൂത്തുവാരാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ മമത? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് തീർച്ചയായും മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. മമതാ ബാനർജിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അടക്കം ആണ് ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പ് ആണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. രാവിലെ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ നടത്തുകയുണ്ടായി. കാരണം കഴിഞ്ഞ 2 ആഴ്ചയായി ബംഗാളിൽ തുടർച്ചയായ അക്രമ സംഭവങ്ങൾ ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മോക്ക് ഡ്രിൽ പോലും ഏറെ സുരക്ഷാ വലയത്തിൽ ആണ് നടത്തിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 2 ലക്ഷത്തോളം വരുന്ന സൈനികരെ ഉൾപ്പെടെ ആണ് വിന്യസിച്ചിട്ടുള്ളത് ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത് ഇതാദ്യമായിരിക്കും. എന്തു തന്നെയാണ് എങ്കിലും ഏറ്റവും സുഗമമായി വോട്ട് ചെയ്യാനുള്ള അവസരം ഓരോ വോട്ടർമാർക്കും ഒരുക്കും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അതായത് ബംഗാളിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും നമുക്കറിയാം ഈ അക്രമ സംഭവങ്ങളുടെ ഒരു തുടർച്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധിയായ ആളുകൾ വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് എത്താറില്ല. മാത്രവുമല്ല, ഈ ബൂത്ത് പിടുത്തം പോലെയുള്ള പ്രക്രിയകൾ, അതോടൊപ്പം തന്നെ കള്ളവോട്ടൊക്കെ വ്യാപകമായി ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് പശ്ചിമ ബംഗാൾ എന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആധിപത്യമുള്ള രാഷ്ട്രീയ പാർട്ടി അവരുടെ കയ്യൂക്ക് കാണിക്കുകയും അങ്ങനെ അവിടെ അക്രമം നടത്തുകയും അങ്ങനെ മറ്റുള്ള വോട്ടർമാർക്ക്, അതായത് എതിരാളികളുടെ വോട്ടർമാർക്ക് ആ ബൂത്തിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും അവരുടെ വോട്ടുകൾ അടക്കം ബലപ്രയോഗത്തിലൂടെയും മറ്റുമൊക്കെ ചെയ്യുകയും ചെയ്യുന്ന അനിഷ്ട സംഭവങ്ങൾ നിരവധിയായി പശ്ചിമ ബംഗാളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള ഒരു സാഹചര്യം അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സേനയെ അടക്കം വിന്യസിച്ചുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നത്. ഒപ്പം ഈ ഉത്തർപ്രദേശിൽ നിന്നുള്ള IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഇത്തരം ഈ ഏറ്റുമുട്ടൽ വിദഗ്ധൻ എന്ന നിലയിലാണ്. ഇത്തരം ഉദ്യോഗസ്ഥരെ അടക്കമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സുരക്ഷാ ചുമതല നൽകിയതിൽ വ്യാപകമായ എതിർപ്പ് തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. അത് കോടതി കയറിയ പശ്ചാത്തലം പോലും ഉണ്ടായിരുന്നു. എന്നാൽ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുകൂലമാകുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് 142 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ ആ 142 മണ്ഡലങ്ങളിൽ ഏറെയും ന്യൂനപക്ഷ മേഖലകൾ ഉൾപ്പെടുന്നതാണ്. അവിടെയെല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസിന് കൃത്യമായ ആധിപത്യമുണ്ട്. ബംഗാളിൽ ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കമുണ്ടായിരുന്ന സമയത്ത് പോലും തൃണമൂൽ കോൺഗ്രസ് മേൽക്കൈ നേടിയിട്ടുള്ള മണ്ഡലങ്ങളിൽ ആണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ നോർത്ത് കൊൽക്കത്തയിലും സൗത്ത് കൊൽക്കത്തയിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. ഹൂഗ്ലി മേഖലയിൽ ഇന്നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പൂർബ ബർദ്മാൻ മേഖലയിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ സൗത്ത് 24 പർഗാനാസ് നഗറും അതോടൊപ്പം തന്നെ നോർത്ത് 24 പർഗാനാസ് നഗറും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 2 ജില്ലകളിൽ മാത്രമായി ഏതാണ്ട് 19 ലക്ഷത്തിലധികം വോട്ടർമാർ ഉണ്ട്. ഈ വോട്ടർമാർ പൂർണ്ണമായും തന്നെ മമതാ ബാനർജിയെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മുസ്ലിം മതവിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ മെജോറിറ്റി പുലർത്തുന്ന, അതായത് 50%
അധികം വിഭാഗങ്ങൾ ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് മാത്രം പെട്ട ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ബാലിഗഞ്ച്, രാഷ്ബഹാരി പോലെയുള്ള മണ്ഡലങ്ങൾ ഇത്തരം മണ്ഡലങ്ങളാണ്. ഇവിടെയൊക്കെ മമതാ ബാനർജി വലിയ തോതിൽ പ്രതീക്ഷ പുലർത്തുകയാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഈ SIR, അതായത് SIR എന്ന ആവശ്യം ഉന്നയിച്ചത് നമുക്കറിയാം രാഹുൽ ഗാന്ധിയാണ്. ഈ വോട്ടർമാരുടെ ഇരട്ട വോട്ടുകൾ, കള്ള വോട്ടുകൾ എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അങ്ങനെയാണ് BJP വിജയിച്ച് കയറുകയും ചെയ്യുന്നത് എന്ന ആരോപണം ഉന്നയിക്കുകയും അതിനെ ഒരു അവസരമാക്കി യഥാർത്ഥത്തിൽ BJP മാറ്റുകയുമാണ് ചെയ്തത്. അങ്ങനെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് കടക്കുകയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുകയും ചെയ്തു. ഏറ്റവും കൗതുകകരമാകുന്ന കാര്യം, ഇത് നടപ്പിലാക്കിയപ്പോൾ ഏതാണ്ട് 90 ലക്ഷത്തോളം വോട്ടർമാർ, അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പശ്ചിമ ബംഗാളിൽ പുറത്താക്കപ്പെട്ടു എന്നതാണ്. അതോടൊപ്പം തന്നെ സംശയാസ്പദമാകുന്ന തരത്തിലുള്ള ഡോക്യുമെന്റുകൾ നൽകിയിട്ടുള്ള 27 ലക്ഷത്തോളം വോട്ടർമാർ കൂടിയുണ്ട് എന്നതാണ്. ഇവരിൽ തന്നെ ഏതാണ്ട് 12 ലക്ഷം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ 1 കോടിയോടടുത്ത് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആണ് പശ്ചിമ ബംഗാളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതാണ്ട് മുഴുവൻ ആളുകളും തന്നെ വോട്ട് ചെയ്യുന്നു എന്നതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 93% വോട്ട് രേഖപ്പെടുത്തിയത്. ഇത്തവണയും നമുക്കറിയാം കേരളത്തിൽ നിന്നടക്കം ഈ ബംഗാൾ സ്വദേശികളായിട്ടുള്ള ആളുകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ മമതാ ബാനർജിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. 2ാം ഘട്ട വോട്ടെടുപ്പ് ഇന്നോടുകൂടി 5 സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് പ്രക്രിയ അത് പൂർണ്ണമാവുകയാണ്.